നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ആരോപണക്കുരുക്കിൽ താരസംഘടന അമ്മ. ടിനി ടോമിനെതിരായ പരാതിയിൽ ഉറച്ച അൻസിബ ഹസൻ. ടിനിക്കെതിരെ പരാതിയുമായി നീന കുറുപ്പും. കുടുംബ സംഗമത്തിനിടെ കയ്യേറ്റത്തിന് ശ്രമിച്ചെന്ന ആരോപണം. അൻസിബയ്ക്കും നീന കുറുപ്പിനുമെതിരെ ലക്ഷ്മി പ്രിയ. കൊച്ചി മോഡൽ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യപ്രതി സിന്ധുവിന് ഉന്നത ബന്ധങ്ങൾ. ഗുണ്ടകളും പോലീസും അടുപ്പക്കാരെന്ന് സിന്ധു. നാട്ടിൽ മാത്രമല്ല ദുബായിലും സുരക്ഷിതരെന്ന് സിന്ധുവിന്റെ ഓഡിയോ സന്ദേശം. കൊച്ചിയിലെ പുതിയ പരാതിയിലും കേസെടുത്ത് പോലീസ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റ് ഡോക്ടർ രത്തൻ ഖേൽക്കർ. അവധി ദിനത്തിലെ നിയമനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ നിയമനത്തിൽ അനിഷ്ടം പ്രകടിപ്പിച്ച് മന്ത്രി കുഞ്ഞാലിക്കുട്ടി. കനത്ത തോൽവിക്ക് പിന്നാലെ പയ്യന്നൂർ CPM-ൽ പൊട്ടിത്തെറി. പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ ചേരിതിരിഞ്ഞ് രൂക്ഷ വിമർശനവുമായി നേതാക്കൾ. വി കുഞ്ഞികൃഷ്ണനായി രഹസ്യ ക്യാമ്പയിൻ നടത്തി നേതാക്കൾ വോട്ട് മറിച്ചെന്ന് വിമർശനം. രക്തസാക്ഷി ഫണ്ടിലെ യഥാർത്ഥ കണക്ക് തുറന്നു പറയണമെന്നും ആവശ്യം. മുഖ്യമന്ത്രി VD സതീശന് എറണാകുളത്ത് വൻ സ്വീകരണം. മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും അടക്കം താരപ്രമുഖരും പരിപാടിയിൽ. സതീശന് ആശംസ നേർന്ന് മമ്മൂട്ടി. ഞാൻ 2-3 സിനിമകളിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും കേരളത്തിന്റെയും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കുന്നത് വളരെ കുറച്ചു കാലത്തേക്കാണ്. അഭിനയവും പരിചയവും കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാകാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയായിരിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തൃശൂരിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യത. കാലവർഷം മറ്റന്നാൾ കേരള തീരത്തെത്തും. പകർച്ചവ്യാധി പ്രതിരോധം പൂർണ്ണമെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ബക്രീദിന് 2 ദിവസം അവധി പ്രഖ്യാപിച്ച സർക്കാർ. മെയ് 27-നും 28-നും പൊതു അവധി. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും ബാധകം. സ്വർണം ആവശ്യപ്പെട്ട് നിരന്തര പീഡനം. ഭർത്തൃവീട്ടുകാരുടെ മുന്നിൽ ആസിഡ് കഴിച്ച് ജീവനൊടുക്കി കാസർഗോഡ് സ്വദേശിനി. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. പത്തനംതിട്ട അടൂരിൽ ടോറസ് ലോറി വീട്ടിലേക്ക് മറിഞ്ഞ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് പറക്കോട് സ്വദേശിനി മറിയം ബീവി. കൊച്ചിയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്ക്. എറണാകുളത്ത് KSRTC മിന്നൽ ബസ് ഓടയിലേക്കിറങ്ങി അപകടം. അമേരിക്കയെ ഞെട്ടിച്ച് വീണ്ടും വെടിവയ്പ്. വൈറ്റ് ഹൌസിന് നേരെ വെടിയുതിർത്ത അക്രമി കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരിക്ക്. ആക്രമണം പ്രസിഡന്റ് ട്രംപ് വൈറ്റ് ഹൌസിലുണ്ടായിരുന്നപ്പോൾ. വാർത്തയിലേക്ക് വിശദമായി. ടിനി ടോമിനെതിരായ അൻസിബ ഹസന്റെ പരാതി ശരിവെച്ച് നീന കുറുപ്പ്. ടിനി ടോമിൽ നിന്ന് തനിക്കും മോശം അനുഭവമുണ്ടായി. അമ്മയുടെ കുടുംബ സംഗമത്തിൽ വെച്ച് കയ്യേറ്റ ശ്രമമുണ്ടായി. അസഭ്യം പറഞ്ഞു. അൻസിബയെ കുറിച്ച് നടത്തിയ മോശം പരാമർശങ്ങൾ താൻ കേട്ടിരുന്നുവെന്നും നീന കുറുപ്പ് അമ്മയ്ക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ടിനി ടോം ഞാനുള്ള അസോസിയേഷനിലെ ഒരു മെമ്പറാണ്. ഞാൻ ഭാരവാഹികളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ അമ്മ അസോസിയേഷനിലെ EC മെമ്പറുമാണ്. അപ്പോൾ ഞാൻ ആസ് എൻ EC മെമ്പർ ഐ ഹാവ് ടു റെസ്പെക്ട് ദ ബൈലോസ്. എനിക്കിത് കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് സത്യമാണ്. തന്റെ കരിയർ തകർക്കാനാണ് ടിനി ടോം ശ്രമിച്ചതെന്നും ടിനിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നുമാണ് അൻസിബ ആവശ്യപ്പെട്ടത്. ഒഫീഷ്യലി ഞാൻ അമ്മയിലേക്ക് പരാതിയിട്ടത് ഇന്നലെയാണ്. കഴിഞ്ഞ 12-ാം തീയതി പരാതിയിട്ട ശ്രീമതി നീന കുറുപ്പിന് പോലും ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. അതിലൊരു കാര്യം സംസാരിച്ചിട്ടില്ല. ഇന്നലത്തെ പ്രസിഡന്റിന്റെ പ്രസ് മീറ്റിൽ നിന്നും അത് വളരെ വ്യക്തമാണ്. കാരണം ടിനി ടോമിനെതിരെ ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും ഇത്രയും കാര്യങ്ങൾ വന്നിട്ടും അതിനെപ്പറ്റി മാധ്യമങ്ങൾ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് ടിനി ടോമിനെ സംരക്ഷിക്കുന്ന തരത്തിൽ ആണ് സംസാരിച്ചത്. കഴിഞ്ഞ 12-ാം തീയതി ടിനി ടോമിനെതിരെ ഇങ്ങനെ ഒരു പരാതി മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം, മുതിർന്ന എക്സിക്യൂട്ടീവ് അംഗമാണ്, സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്.
അങ്ങനെ ഒരു സ്ത്രീ പരാതി കൊടുത്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും അതിനെപ്പറ്റി മെൻഷൻ പോലും ചെയ്തിട്ടില്ല പ്രസിഡന്റ് ഇന്നലെ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ ഇനി പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയുക മാത്രമേ എനിക്ക് നിവൃത്തിയുള്ളൂ. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം വിവാദത്തെക്കുറിച്ച് അറിയില്ലെന്നും അൻസിബ സഹോദരിയെ പോലെയാണെന്നുമാണ് ടിനി ടോം പ്രതികരിച്ചത്. അൻസിബ ഹസന്റെ ആരോപണം അമ്മ അധ്യക്ഷ ശ്വേത മേനോൻ തള്ളി. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. താരസംഘടനയായ അമ്മയ്ക്കകത്ത് ചേരുതിരിവ് രൂക്ഷമാവുകയാണ്. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളുമായി ഇരുപക്ഷവും വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അൻസിബ ഹസൻ നേരത്തെ അമ്മ ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നയാളാണ്. അൻസിബ ഹസൻ ഉയർത്തിയ ആരോപണങ്ങളുണ്ട്. അത് ടിനി ടോമിനെതിരെയായിരുന്നു. ടിനി ടോം തന്നെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലെല്ലാം തന്നെ ഇടപെടലുകളുണ്ട്. പല രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ തൻ്റെ കുടുംബത്തെ അടക്കം തന്നെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളടക്കം നടത്തുന്നു എന്നുള്ളൊരു പരാതിയെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു. തനിക്ക് ഈ രീതിയിലുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടൊരു നടപടിയും അമ്മയിൽ നിന്നുണ്ടാകുന്നില്ല എന്നത് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് തനിക്ക് നടി നീനാക്കുറുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നോട് പറഞ്ഞിട്ടുണ്ട്. തന്നെക്കുറിച്ച് ടിനി ടോം പറയുന്ന ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ നീനാക്കുറുപ്പ് കൂടി ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അമ്മ ഭാരവാഹിത്വത്തിന് പരാതി കൈമാറിയിട്ടുണ്ട്. തന്നെ ഈ രീതിയിൽ തനിക്ക് നേരെ കയ്യേറ്റ ശ്രമങ്ങളുണ്ടായി. ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു പരിഗണനയും തരാതെ സമൂഹ മധ്യത്തിൽ വെച്ച് അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ടിനി ടോം ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റു പലർക്കെതിരെയും ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ടിനി ടോമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നതടക്കം അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുന്നു. താൻ ഒരു അമ്മയുടെ ബൈലോ അനുസരിക്കുന്ന ഒരാളായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല, എങ്കിലും താൻ ഇത്തരം പരാതി നൽകിയിട്ടുണ്ട് എന്നവർ ന്യൂസ് 8നോടും വ്യക്തമാക്കുകയുണ്ടായി. തൻ്റെ പരാതിയിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അൻസിബ പറയുന്നത്. പക്ഷേ അമ്മയുടെ ഭാഗത്തു നിന്ന് തനിക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം താരസംഘടനയായ അമ്മയുടെ പുതിയ നേതൃത്വം ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. തനിക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യങ്ങളും ഇതുകൊണ്ടാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആരുടെ ഭാഗത്തും ഒരു പിന്തുണയും അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് അൻസിബ പറയുകയും ചെയ്യുന്നുണ്ട്. അതിജീവിതയ്ക്ക് നീതി നൽകാത്ത ഒരു സംഘടന എങ്ങനെയാണ് തനിക്ക് നീതി നൽകുക എന്നവർ ചോദിക്കുന്നു. ഒപ്പം അമ്മയിൽ നിന്ന് പുറത്തു പോയവർ അവരെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു നടപടി പോലും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീപക്ഷ ചിന്ത അവരുടെ ഭാഗത്തു നിന്നില്ല എന്നാണ് അൻസിബയും ന്യൂസ് 8നോട് പ്രതികരിച്ചത്. അതേസമയം ഡിസംബറിൽ അൻസിബ അയച്ച മെസ്സേജിനെ തുടർന്ന് തന്റെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി എന്ന് അമ്മ വൈസ് പ്രസിഡന്റായ ലക്ഷ്മി പ്രിയ. ഇതേ തുടർന്നാണ് താൻ പോലീസിൽ പരാതി നൽകിയത്. മെമ്മറി കാർഡ് ഉണ്ടെന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത്. ടിനി ടോം അല്ല നീനാക്കുറുപ്പിനെ അസഭ്യം പറഞ്ഞത്. നീനാക്കുറുപ്പാണ് അസഭ്യം പറഞ്ഞതെന്നും ലക്ഷ്മി പ്രിയ പറഞ്ഞു. ഡിസംബർ 10-ാം തീയതി രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന് മറുപടിയായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അൻസിബ എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ച് ഞാൻ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ഐ വിൽ കോൾ യു ലേറ്റർ ചേച്ചി, ഐ ആം ഇൻ എ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് രാത്രി 11 മണിക്ക് എന്റെ അടുത്ത് അൻസിബ ഹസൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അതിനുശേഷം പല ആവർത്തി ഞാൻ ഈ മോളെ പല പ്രാവശ്യം വിളിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അൻസിബയെ ഞാൻ എന്റെ ഒരു അനിയത്തിയെക്കാട്ടിലും വാത്സല്യത്തോട് കൂടിയിട്ടാണ് ഇപ്പോഴും എനിക്ക് ആ മോളുടെ അടുത്ത് ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതിയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമോ ഒന്നും എനിക്ക് ആ കുട്ടിയോടില്ല. എന്റെ മകൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. ഏജ് കൊണ്ട് അൻസിബ എന്റെ മകളാകാനുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും അൻസിബയും ഞാനും തമ്മിൽ ആ ഒരു എന്താ പറയാ, അൻസിബയുടെ അമ്മയെ പോലെ അൻസിബയെ കൺസിഡർ ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അപ്പോ പല ആവർത്തി എപ്പോഴും എന്റെ വീട്ടിൽ വരാറുള്ള കുട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകാറുണ്ട്. എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അൻസിബ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പല ആവർത്തി അൻസിബയുടെ അടുത്ത് പറഞ്ഞു, അൻസിബ ഇതെന്താണ് ഈ മെസ്സേജ് അയക്കാനുള്ള ഒരു റീസൺ എന്ന് എന്റെ അടുത്ത് പറയണം എന്ന് ഞാൻ പല ആവർത്തി ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് ഇത് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക് ആവുകയും അതിനെ തുടർന്ന് ഒരു കുടുംബമല്ലേ, കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എന്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ അൻസിബയോട് ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം, മോള് ജയിൽ
കേശിയേട്ടനെ കണ്ട് ഇത് സംസാരിക്കണം, ഇല്ലെങ്കിൽ അൻസിബ ഹസ്ബൻഡിന്റെ അടുത്ത് ഫോണിലെങ്കിലും ഈ വിഷയം സംസാരിക്കണം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എന്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എന്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ ഖേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിൽ തന്നെ ചുമതലയേറ്റെടുത്തത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ഡോക്ടർ രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയാക്കിയതിൽ പ്രതിപക്ഷ വിമർശനം ശക്തമായിരുന്നു. വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ നിയമനത്തിൽ അനിഷ്ടം പ്രകടിപ്പിച്ച് മന്ത്രി കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ പ്രതികരണത്തിനില്ല, അതൊക്കെ ആഭ്യന്തര കാര്യം, അത് മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ല. ഇപ്പോൾ സർക്കാർ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കാനാണ് ശ്രമമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളിൽ അപ്പപ്പോ പ്രതികരണം എന്ന രീതി എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവർണറെ പ്രസംഗം വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ തൊഴിലില്ലായ്മയിൽ വ്യവസായ വകുപ്പ് വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുകയാണ്. ആ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രയോറിറ്റി. അപ്പോൾ അതിൽ വളരെ നല്ല തീരുമാനങ്ങളും കൂട്ടായ ശ്രമങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ലൈഫ് മിഷൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് തദ്ദേശ മന്ത്രി കെ എം ഷാജി. ഏതെങ്കിലും പദ്ധതിയെ തകർക്കാൻ വേണ്ടി വന്ന സർക്കാരല്ല ഇത്. പദ്ധതികളിൽ ആവശ്യമായി തിരുത്തൽ വരുത്തിയാണ് UDF സർക്കാർ മുന്നോട്ട് പോവുകയെന്നും മന്ത്രി പറഞ്ഞു. ലൈഫ് പദ്ധതി ഇല്ലാതാക്കുമെന്നാണ് ആരെങ്കിലും വിചാരിക്കണതെങ്കിൽ അപ്പോൾ ലൈഫ് പദ്ധതി അല്ലെങ്കിൽ ലൈഫ് മിഷൻ എന്ന് പറയുന്നതിന് എന്തോ കുഴപ്പമുണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു എന്നുള്ളതിന് പ്രശ്നമാണ്. ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അവർ ആ സംശയം ക്ലാരിഫൈ ചെയ്യാണ് വേണ്ടത്. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പദ്ധതിയെ തകർക്കാൻ വേണ്ടി വന്നൊരു സർക്കാരല്ലത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയിൽ ഒരു സർക്കാർ വരുമ്പോൾ 5 വർഷമോ 10 വർഷമോ എടുക്കുന്ന സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും അടിച്ചു പൊളിക്കുക, എന്നിട്ട് പുതിയ പദ്ധതി കൊണ്ടുവരാൻ ഇത് അങ്ങനായി രാജ്യം അങ്ങനെ മുമ്പോട്ട് പോവുക. ഞങ്ങൾ കറക്റ്റ് ചെയ്താണ് മുമ്പോട്ട് പോവുക. കഴിഞ്ഞ സർക്കാരിന് എതിരെ ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളോട് സംസാരിച്ച് വോട്ട് വാങ്ങിയ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ഞങ്ങളുടെ സമീപനം ഉണ്ടാവും. അതല്ലാതെ സർക്കാർ കൊണ്ടുവന്ന എല്ലാ പദ്ധതിയും അടിച്ചു പൊളിക്കുക, എന്നിട്ട് ഞങ്ങൾ വേറെ പദ്ധതികൾ ഉണ്ടാക്കുക, അതിൻ്റെ പേര് മാറ്റുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഞങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ടും വളരെ പ്രായോഗികമായിട്ടും ഞങ്ങൾ ഈ വിഷയത്തെ പഠിക്കും. ആ പഠിച്ചിട്ട് ഒരു ഒറ്റ കാര്യം ഞാൻ അതിനകത്ത് 100% ഞാൻ ഉറപ്പിച്ച് പറയാം, ഗ്രാമപഞ്ചായത്തുകളുടെ അധികാരം അവരുടെ കയ്യിൽ തിരിച്ചെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അജണ്ട. മുൻ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് അന്വേഷണം. മലങ്കര ടൂറിസം പദ്ധതിയിൽ 112 കോടിയുടെ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം. ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. FSIT റെഡിഫൈൻ ഡെസ്റ്റിനേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കരാർ നൽകിയതിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് നാളെ DGPക്ക് സമർപ്പിക്കും. ADGP MR അജിത് കുമാർ ആദ്യത്തെ അന്വേഷണം അട്ടിമറിക്കാൻ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. വയനാട് ദുരന്ത സമയത്ത് മാധ്യമ ശ്രദ്ധയൊഴിവാക്കി കേസന്വേഷണം അട്ടിമറിച്ചെന്നാണ് കണ്ടെത്തൽ. ഇതിനിടെ പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണിക്കും കളമൊരുങ്ങുകയാണ്. ആലപ്പുഴയിലെ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന SIT ആണ് ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ഈ AD തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരായിരുന്ന സന്ദീപിന്റെയും അനിലിന്റെയും ദൃശ്യങ്ങൾ, ഈ മർദ്ദന ദൃശ്യങ്ങൾ പരാതിക്കാർ തങ്ങളുടെ പക്കൽ സമർപ്പിച്ചില്ല എന്ന റിപ്പോർട്ടിൽ തിരുത്തി എഴുതിപ്പിച്ചു ഉദ്യോഗസ്ഥരെ കൊണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ആ തിരുത്തി എഴുതിപ്പിക്കാൻ മാധ്യമങ്ങൾ ഈ വിഷയം ശ്രദ്ധിക്കാതിരിക്കാൻ തിരഞ്ഞെടുത്ത സമയമാണ് അതിനേക്കാൾ ഗൗരവതരമായി SIT നോക്കിക്കാണുന്നത്. അതായത് 2024 ജൂലൈ 30-നാണ് കേരളത്തെയും രാജ്യത്തെയും നടുക്കിയ വയനാട് ദുരന്തമുണ്ടാകുന്നത്. ഈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന, ഏകോപന ചുമതലയുണ്ടായിരുന്ന, ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു MR അജിത് കുമാർ. ആ ചുമതല നിർവഹിക്കുന്നതിനിടയിൽ അദ്ദേഹം വിമാനമാർഗം തിരുവനന്തപുരത്തേക്ക് എത്തി. ഈ
അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി 12, 13, 14 തീയതികളിൽ തിരുവനന്തപുരത്ത് അവരെ താമസിപ്പിച്ച് ഈ റിപ്പോർട്ട് ആദ്യം കൊണ്ടുവന്ന ഈ അന്വേഷണം തെളിവുകൾ ശക്തമാണ് എന്ന് അന്വേഷണ സംഘം അദ്ദേഹത്തോട് പറഞ്ഞു. മാത്രമല്ല ഇനിയും ചില ഭാഗങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അത് മുഖവിലേക്കെടുക്കാതെ ആ റിപ്പോർട്ട് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 3 തരത്തിലുള്ള ഭേദഗതികൾ ആദ്യ റിപ്പോർട്ടിൽ വരുത്തിയെന്നാണ് അന്വേഷണ സംഘം SITക്ക് മൊഴി നൽകിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ പരാതിക്കാർ ഈ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമർപ്പിച്ചില്ല എന്ന ഒന്നാമത്തെ ഭേദഗതി വരുത്താൻ ആവശ്യപ്പെട്ടു. രണ്ടാമത്തേത് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് നയിച്ചത് അവരവരുടെ ജോലി മാത്രമാണ് ചെയ്തത്, ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായ കൃത്യനിർവഹണം മാത്രമാണ് നടത്തിയത്, അതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് എഴുതി ചേർക്കാൻ ആവശ്യപ്പെട്ടു. മൂന്നാമത്തെ കാര്യം ഈ ഔദ്യോഗിക കൃത്യനിർവഹണം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ നടപടിയായി മാത്രം അതിനെ കണ്ടാൽ മതി, അതിനപ്പുറത്തേക്ക് അതിനൊരു വ്യാഖ്യാനം നൽകേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഇടം പിടിച്ചുവെന്നാണ് പറയുന്നത്. ഇത് മൂന്നും MR അജിത് കുമാറിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് എഴുതി ചേർത്തതാണ് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിലേക്ക് അന്വേഷണം നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെക്കാൾ, ഷൗക്കത്ത് അലിയേക്കാളൊക്കെ വലിയ ഉയർന്ന പദവിയിൽ പോലീസ് സേനയുടെ തലപ്പത്തുള്ള ആളാണ് MR അജിത് കുമാർ. SITയുടെ ഈ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അജിത് കുമാറിന്റെ തുടർ നീക്കങ്ങൾ അജിത് കുമാറിനെതിരെ എങ്ങനെ വേണമെന്ന കാര്യത്തിലേക്ക് തീരുമാനം ഉണ്ടാക്കാനും എടുക്കാനും കഴിയുകയുള്ളൂ. എന്തായാലും ആഭ്യന്തര വകുപ്പ് ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായൊരു ഇടപെടൽ ഒരുപക്ഷെ നടത്തിയേക്കും എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഈ ഗൺമാന്മാരെ അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ട് വകുപ്പ് തല അച്ചടക്ക നടപടിയിലേക്ക് കടക്കുകയായിരിക്കും പ്രാഥമിക നടപടി. അതിനു പുറമെയായിരിക്കും MR അജിത് കുമാറിന്റെ ദുരൂഹമായ ഇടപെടലുകൾ സംബന്ധിച്ച വിശദമായ അന്വേഷണം മറുവശത്ത് നടത്തുക. അതോടൊപ്പം മറ്റേതെങ്കിലും കേസുകളിൽ സമാനമായ തരത്തിലുള്ള ഇടപെടൽ, ബാഹ്യ സമ്മർദ്ദം MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നപ്പോൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലേക്ക് കൂടി പരിശോധനകൾ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനിടെയാണ് UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിൽ തിരക്കിട്ട ചർച്ചകൾ പോലീസ് തലപ്പത്തെ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുവെന്ന സൂചനകൾ കൂടി പുറത്തുവരുന്നത്. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് 2027 ജൂൺ മാസം വരെ കാലാവധിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അവിടെ ആ പദവിയിൽ തുടരും. ക്രമസമാധാന ചുമതലയിലും ഇന്റലിജൻസ് തലപ്പത്തും വിജിലൻസ് തലപ്പത്തുമായിരിക്കാം ഒരുപക്ഷെ ഈ അഴിച്ചുപണി നടക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. അതിന് പിന്നാലെ നാളെ വിജിലൻസ് ഓഫീസിൽ വെച്ചും വിജിലൻസ് ആസ്ഥാനത്ത് വെച്ചും സമാനമായ തരത്തിൽ വിജിലൻസ് ഡയറക്ടറും മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഒരു യോഗം ചേരുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ വാക്പോര്. നേതാക്കൾ തന്നെ V കുഞ്ഞികൃഷ്ണന് വോട്ട് മറിച്ചതായാണ് വിമർശനം. കുഞ്ഞികൃഷ്ണന് വേണ്ടി പാർട്ടി നേതാക്കൾ രഹസ്യ ക്യാമ്പയിൻ നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരടക്കം എടുത്തു പറഞ്ഞായിരുന്നു വിമർശനം. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിൽ പാർട്ടിയെ നേതൃത്വം എത്തിച്ചുവെന്നും ഏരിയ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും ആവശ്യമുയർന്നു. V കുഞ്ഞികൃഷ്ണനെ അനുനയിപ്പിച്ചൊപ്പം നിർത്തുന്നതിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് വീഴ്ച പറ്റിയെന്നും ആരോപണമുണ്ടായ സാഹചര്യം പാർട്ടി പരിഗണിച്ചില്ല എന്നും അംഗങ്ങൾ വിമർശിച്ചു. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കണക്ക് ജനങ്ങളോട് തുറന്നു പറയണമെന്നും ആവശ്യം ഉയർന്നു. കേരളത്തിൽ സ്വപ്ന പദ്ധതികളാണ് വരാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കുന്നതാണ് വികസനം. വർഗീയതയ്ക്കെതിരെ നോ കോംപ്രമൈസ് എന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശന് എറണാകുളത്തെ പൗരാവലിയുടെ സ്വീകരണം നൽകി. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായാണ് VD സതീശൻ എറണാകുളത്തെത്തിയത്. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സ്വീകരണം. നടൻ മുഖ്യമന്ത്രി പൗരാവലിയുടെ ആദരം സമർപ്പിച്ചു. MLA-മാർ, മന്ത്രിമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നമുക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയും. എനിക്കതിന്റെ ആത്മവിശ്വാസമുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയുള്ള കാലത്ത് ടീം ബിൽഡ് ചെയ്യണം. നമ്മൾ ടീം ബിൽഡ് ചെയ്യണം. എല്ലാ രംഗങ്ങളിലും നല്ല ടീം ബിൽഡ് ചെയ്യണം. നമുക്ക് എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ട്. വൈദഗ്ധ്യമുള്ള ആളുകളെ നമ്മൾ ആവശ്യമുണ്ട്. ലോകത്ത് എല്ലായിടത്തുമുള്ള മലയാളികൾ വ്യത്യസ്തമായ രംഗങ്ങളിൽ വളരെ ശ്രദ്ധേയമായ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം സഹായം നമുക്ക് വേണം. എല്ലാത്തിനുമുപരിയായി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് മെച്ചപ്പെടുത്തണം. അതൊരു വെല്ലുവിളിയാണ്. ഞാൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് ധനകാര്യം ഭരിക്കാനുള്ള സന്തോഷം കൊണ്ടല്ല. അതൊരു ചാലഞ്ചാണ്. അതൊരു വെല്ലുവിളിയാണ്.
ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തണം. സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തിയാൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. ജനങ്ങളുടേതാണ് സമ്പത്ത്, ഖജനാവ് ജനങ്ങളുടേതാണ്. ആ പണം നീതിപൂർവമായ വിതരണത്തിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ വികസന പ്രവർത്തനം എന്ന ആളുകൾ പറയും. ഞാനും കരുതിയത് വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ അക്വയർ ചെയ്ത് ബഹുനില മന്ദിരങ്ങൾ വരുന്നത്, കുറെ കെട്ടിടങ്ങൾ വരുന്നത്, അതാണ് വികസനം എന്നാണ് ഞാനും പണ്ട് കരുതിയത്. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു അതല്ല വികസനം. ഒരു പ്രദേശത്ത് വികസനം വന്നാൽ വികസനമുണ്ടായി എന്ന് നമ്മൾ കരുതണമെങ്കിൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ സാരമായ മാറ്റമുണ്ടാകണം. അല്ലാത്തതൊന്നും വികസനമല്ല. നാടിന് മാറ്റമുണ്ടാകാൻ, ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകാനുള്ള പദ്ധതികൾ നമുക്കുണ്ടാകണം. അതിന് നമുക്ക് സ്വപ്നതുല്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ വരുന്നത്. ഞാന് 2-3 സിനിമകളിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും കേരളത്തിന്റെയും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കുന്നത് വളരെ കുറച്ചു കാലത്തേക്കാണ്. അഭിനയവും പരിചയവും കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാകാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയായിരിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. ഒരു വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ സതീശൻ അവരുടെ ചുമരിൽ എത്തിയിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. എല്ലാ തരം ജനങ്ങളെയും സന്തോഷിപ്പിക്കുകയും എല്ലാ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും എല്ലാ ജനങ്ങളെ കേൾക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. മന്ത്രിമാരെ നിയന്ത്രിക്കുകയും മന്ത്രിമാരുടെ നേതൃത്വം വഹിക്കുകയും ചെയ്യേണ്ട ചുമതലയാണ്. ഒരു സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യത്തിന്റെയും ചുമതല ഇനി മുഖ്യമന്ത്രിക്കാണ്. ഇത് വളരെ നീതിപൂർവം നിർവഹിക്കേണ്ട വരും കാലങ്ങളിലെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എല്ലാ അനുമോദനങ്ങളും അർപ്പിക്കുകയും മേലോട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹപൂർവം നീതിപൂർവം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. KPCC അധ്യക്ഷ പദവിക്ക് അവകാശവാദം ഉന്നയിച്ച് ഡൽഹിയിലേക്ക് സംസ്ഥാന നേതാക്കളുടെ ഒഴുക്ക്. കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, ആന്റണി തുടങ്ങിയ പേരുകൾക്കൊപ്പം ജോസഫ് വാഴയ്ക്കിനു വേണ്ടി രമേശ് ചെന്നിത്തലയും നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. KC പക്ഷം മാത്യു കുഴൽനാടനു വേണ്ടിയും സമ്മർദ്ദം സജീവമാക്കിയിട്ടുണ്ട്. KPCCയിലെ അഴിച്ചുപണിക്ക് പുറമെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച DCC അധ്യക്ഷന്മാരെയും ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയേക്കുമെന്നാണ് സൂചന. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പാർട്ടിയെ നയിക്കുക എന്നതിനേക്കാൾ വലിയൊരു അധികാര സംവിധാനത്തിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഭരണപക്ഷത്തിരിക്കുമ്പോൾ പാർട്ടിയുടെ തലപ്പത്തെത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുൻപുണ്ടായതിനേക്കാൾ കൂടുതൽ അവകാശവാദവുമായി ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, സാമുദായിക സമവാക്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കെ സുധാകരൻ അധ്യക്ഷ പദവിയിലേക്ക് എത്തി. അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്ന സാഹചര്യത്തിൽ തന്നെ ഉയർന്നു കേട്ട പേരുകളിൽ പ്രധാനിയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് എം പി. അദ്ദേഹം ആദ്യഘട്ടം മുതൽ അന്നു മുതൽ ചർച്ചകളിൽ നിറഞ്ഞിരുന്ന ഒരു പേരാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് പരിഗണിക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം, ക്രൈസ്തവ സഭകളുടെ ഒരു സമ്മർദ്ദം, സഭകളെ നേതൃത്വത്തോട് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭകളെ UDF-നോട് ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സണ്ണി ജോസഫിന് വളരെ അപ്രതീക്ഷിതമായി നറുക്ക് വീഴുന്നത്. ആ സണ്ണി ജോസഫ് ഇന്ന് മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്നതോടെയാണ് പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നത്. അവിടെയാണ്
സാമുദായിക സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് സംസ്ഥാന കോൺഗ്രസിലെ ബലാബലങ്ങൾ കൂടി പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമായി അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു നീക്കങ്ങൾ മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പല പ്രധാനപ്പെട്ട നേതാക്കളും ഡൽഹിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും മുൻപന്തിയിൽ 5 പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ ഒന്നാമത്തെ പേര് കൊടിക്കുന്നിൽ സുരേഷിന്റെ തന്നെയാണ്. അദ്ദേഹം 7 തവണ മാവേലിക്കരയിൽ നിന്നും അടൂരിൽ നിന്നുമായി ലോക്സഭയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണ്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവായി ദേശീയ രംഗത്ത് അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ്. കൊടിക്കുന്നിൽ സുരേഷ് മല്ലികാർജ്ജുന ഖാർഗെ നേരിൽ കണ്ട അദ്ദേഹത്തിന്റെ ക്ലെയിം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കത്ത് മുഖേന എന്തുകൊണ്ട് താൻ KPCC അധ്യക്ഷനാകണമെന്ന കാര്യം അറിയിച്ചിട്ടുമുണ്ട്. അതാണ് ഒന്നാമത്തെ പേരുകാരനായ കൊടിക്കുന്നിൽ സുരേഷിന്റെ അവകാശവാദം. രണ്ടാമതായി പ്രധാനപ്പെട്ട പട്ടികയിൽ ഉള്ളത് എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ ബെന്നി ബെഹനാനാണ്. ബെന്നി ബെഹനാൻ UDF 2011 മുതൽ 16 വരെ ഭരിക്കുമ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായി കൂടെയുണ്ടായിരുന്നയാളാണ്. എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആയിരുന്നതെങ്കിൽ ബെന്നി ബെഹനാനെ KPCC അധ്യക്ഷനാക്കാമെന്നൊരു ധാരണയുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയില്ലെങ്കിലും ആ ധാരണയിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ബെന്നിയെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം, അതിലൂടെ ക്രൈസ്തവ പ്രാതിനിധ്യവും ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് എ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കളും ബെന്നി ബെഹനാനെ അനുകൂലിക്കുന്നവരും പറയുന്ന നിലപാട്. അടുത്ത പേര് എന്ന് പറയുന്നത് അടൂർ പ്രകാശാണ്. അദ്ദേഹം നിലവിൽ UDFന്റെ കൺവീനറാണ്. അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന വലിയ താല്പര്യം അവസാന നിമിഷം വരെ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. ഈഴവ സമുദായാംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് നിയമസഭയിൽ മത്സരിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട തനിക്ക് KPCC അധ്യക്ഷ പദവിയിലേക്ക് ക്ലെയിമുണ്ട്. അതുകൊണ്ട് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ അടൂർ പ്രകാശ് ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ കണ്ട് അദ്ദേഹത്തിന്റെ ക്ലെയിം ഉന്നയിച്ചിട്ടുമുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പേര് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല മുമ്പോട്ട് വെച്ച ജോസഫ് വാഴക്കിന്റേതാണ്. അദ്ദേഹം ഏറ്റുമാനൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതാണ്. ഒടുവിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം പോസ്റ്ററുകൾ അടിച്ചുവെച്ചതിന് പിന്നാലെയാണ് ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് UDF സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട ജോസഫ് വാഴക്കിന് മുതിർന്ന നേതാവെന്ന പരിഗണന നൽകിക്കൊണ്ട് ക്രൈസ്തവ സഭയുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കാനായി ജോസഫ് വാഴക്കിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണം, അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന കാര്യം രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. ഈ KC വിഭാഗത്തെ അനുകൂലിക്കുന്നവരിൽ പരസ്യ നിലപാടെടുക്കുന്നവരിൽ പ്രധാനപ്പെട്ട യുവമുഖമാണ് മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് തന്നെ KC പക്ഷത്ത് ഉള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് മാത്യു കുഴൽനാടനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KC പക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒരുമിക്കുന്നുണ്ട്. ഒരു യുവമുഖമാണ്. അതോടൊപ്പം ഒരു യുവത്വത്തിന്റെ ചലനാത്മകത മാത്യു കുഴൽനാടനിലൂടെ ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് അവർ മുമ്പോട്ട് വെക്കുന്ന അവകാശവാദം. അതോടൊപ്പം ഒരു പാർട്ടിയെ ഒരു ചുറുചുറുക്കുള്ള നേതൃത്വമാണ് ഇനി നയിക്കേണ്ടത്. അവരെ 50 വയസ്സിൽ താഴെയുള്ളവരെ പരിഗണിക്കുന്നതിലൂടെ അത് നല്ലൊരു അവസരമായി മാറുമെന്ന് കൂടി അവർ കരുതുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെയാണ് മാത്യു കുഴൽനാടന്റെ പേര് അവിടെ ചർച്ചകളിൽ നിറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ 5 പ്രധാനപ്പെട്ട പേരുകൾക്കപ്പുറത്തേക്ക് മറ്റു ചില പേരുകൾ കൂടി ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നിലവിൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത് ഷാഫി പറമ്പിൽ മാത്രമാണ്. നമുക്കറിയാം PC വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം മത്സരിച്ച് ജയിച്ച് മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്നു. AP അനിൽകുമാർ വർക്കിംഗ് പ്രസിഡന്റായിരുന്നു. അദ്ദേഹവും മത്സരിച്ച് ജയിച്ച് മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്നു. അങ്ങനെ ആ 2 വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഇനി ശേഷിക്കുന്നത് 3 പേരിൽ ഒരാൾ മാത്രമാണ്. അത് ഷാഫിയാണ്. ഷാഫി പറമ്പിലിനു വേണ്ടിയും ഒരു വിഭാഗം വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ദേശീയ നേതൃത്വം പച്ചക്കൊടി വീശുന്നത് ആർക്ക് അനുകൂലമായിട്ടായിരിക്കുമെന്നറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്നതിനൊപ്പം ഈ വർക്കിംഗ് പ്രസിഡന്റുമാരെയും മാറ്റുമോ, 2 പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അഭ്യൂഹങ്ങൾ ഏറുന്നുണ്ട്. അതോടൊപ്പമാണ് മത്സരിച്ച 7 DCC അധ്യക്ഷന്മാരിൽ 5 പേർ മത്സരിച്ച് ജയിച്ച് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ 5 DCC ഭാരവാഹികളെ DCC അധ്യക്ഷന്മാരെ മാറ്റി പകരം സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് യുവ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് DCC അധ്യക്ഷന്മാരെ നിയമിക്കണം അല്ലെങ്കിൽ നിയോഗിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട്. ഇതിൽ നിർണായകമായ അല്ലെങ്കിൽ സമഗ്രമായ ഒരു പൊളിച്ചെഴുത്ത് DCCയിലും KPCC നേതൃതലത്തിലും ഉണ്ടാകും എന്നുള്ള
എന്നുള്ള ഒരു പൊതു വിലയിരുത്തലുണ്ട്. അല്പ ദിവസങ്ങൾക്കകം ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. കാരണം പാർട്ടിക്ക് അധ്യക്ഷനില്ലാതെ പൂർണ്ണസമയ ചുമതലയുള്ള അധ്യക്ഷനെതിരെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ KPCC തലപ്പത്തെ അഴിച്ചുപണിയായിരിക്കും ആദ്യം ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ KPCC അധ്യക്ഷനെ നിയോഗിച്ചുകൊണ്ടുള്ള ആദ്യ ഉത്തരവായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. അതിന് മുന്നോടിയായിട്ടാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ മല്ലികാർജ്ജുന ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും ഒക്കെ നേരിൽ കണ്ട് കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ പദവി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനവട്ട ശ്രമങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് സജീവമാക്കിയിരിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ശബരിമല പൂജാദ്രവ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറ്റക്കാർ ആരാണെങ്കിലും ശിക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല. ദേവന്റെ സ്വത്തിൽ കൈയിട്ട് വാരുന്നവർ ഏത് പാർട്ടിക്കാരാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടിയുണ്ടാകുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. അതിന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടാൽ അത് സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ആരാണെങ്കിലും ദേവന്റെ സ്വത്തിൽ കൈയിട്ട് വാരുന്ന ഒരാൾ ഏത് പാർട്ടിയാണെങ്കിലും ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് ഭാഗത്ത് സ്വീകരിക്കും. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പ്രതി സിന്ധുവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. ഗുണ്ടകളെയും പോലീസിനെയും തനിക്ക് പരിചയമുണ്ട്. നാട്ടിലാണെങ്കിലും ദുബായിലാണെങ്കിലും നല്ല ബന്ധങ്ങളുണ്ടെന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും സിന്ധു പറയുന്നു. ഏജന്റിന് അയച്ച സന്ദേശത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. സംഭവത്തിൽ ഒരാൾക്കെതിരെ കൂടി കേസെടുത്തു. മോഡൽ സെക്സ് റാക്കറ്റ് കേസിലെ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ സിന്ധു എന്ന സ്റ്റോയ്സി എന്ന സിന്ധു ഏജന്റിന് അയച്ച ശബ്ദ സന്ദേശം അടക്കം പുറത്ത് വന്നിട്ടുണ്ട്. ഇതിൽ അവരുടെ ഒരു ബന്ധങ്ങൾ പോലീസായും ഗുണ്ടാ സംഘങ്ങളുമായുള്ള അവരുടെ ഒരു ബന്ധങ്ങളെല്ലാമാണ് ഏജന്റുമാർക്ക് വിശദീകരിച്ച് നൽകുന്നത്. അവർക്ക് വലിയ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് ഏജന്റുമാർക്ക് ഉറപ്പ് നൽകുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത്. അവരുടെ ഈ സംഘത്തിൻ്റെ ഒരു വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് ഇവരുടെ ഈ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത്. നേരത്തെയും തന്നെയും ഒരു ആക്ഷേപം ഉയർന്നിരുന്നത് ഇവർക്കെല്ലാം വലിയ രീതിയിലുള്ള ഗുണ്ടാ ബന്ധങ്ങളടക്കം ഉണ്ട്. ആ രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നതടക്കം ഒരു ആക്ഷേപമായിട്ട് ഉയർന്നിരുന്നു. പരാതിയിലടക്കം അത് പറഞ്ഞിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഗുണ്ടാ സംഘങ്ങളിലേക്കടക്കം കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളിലേക്കടക്കം അന്വേഷണം നീളുകയാണ്. അവർക്ക് ഇവരൊരു കൊട്ടേഷൻ തുകയെല്ലാം ഇക്കാര്യങ്ങളിൽ നൽകിയിട്ടുണ്ട്. കമ്മീഷൻ തുകയ്ക്കൊപ്പം ഈ യുവതികളെ ഇവിടെ നിന്ന് കയറ്റിവിടുമ്പോഴുള്ള ഒരു കമ്മീഷൻ തുകയ്ക്കൊപ്പം തന്നെ ഇവർക്കൊരു സംരക്ഷണം നൽകുന്ന രീതിയിൽ പരാതിക്കാരെ ഈ ഭീഷണി ഉപയോഗിച്ച് അമർച്ച ചെയ്യുന്ന രീതിയിലെല്ലാം തന്നെ ഇവർ പ്രവർത്തിച്ചിരുന്നു. അതിനെല്ലാം ഇവർക്ക് തുക നൽകിയിരുന്നു എന്ന സംശയം പോലീസിനെ ബലപ്പെടുന്നുണ്ട്. കാരണം ഇവർക്ക് തുക കൈമാറിയതായിട്ടുള്ള രേഖകൾ പോലീസിനെ കണ്ടെടുത്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ വന്ന പരാതിയിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയാണ്. മരട് പോലീസിനെ കൈമാറിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഈ സിന്ധുവിനും ബിലാലിനുമെതിരെയാണ് ഇതിൽ പരാതി പ്രധാനമായിട്ടും തന്നെയുള്ളത്. ഇവരാണ് ഇവരെ യുവതികളെ പ്രേരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടുന്ന് കയറ്റിവിടുകയും ഇവരെ ഉപദ്രവിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളതെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും ഇനിയുള്ള നീക്കമെന്ന് പറയുന്നത് ഈ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെല്ലാം നിലവിൽ റിമാൻഡിലാണ്. അവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തും. അതോടൊപ്പം തന്നെ ദുബായിലുള്ള 2 പ്രതികൾ ഷംലയും റഹ്മത്തും ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി തുടരുകയാണ്. ഇവർ കൂടി ഈ കേസിൽ പിടിയിലാകുമ്പോൾ മാത്രമേ ഇതിൽ കൃത്യമായി ഇത് ആരാണ് ഈ റാക്കറ്റ് നിയന്ത്രിച്ചിരുന്നത് എന്നതടക്കമുള്ള വസ്തുതകൾ പുറത്തു വരികയുള്ളൂ. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തിരുവനന്തപുരം വർക്കലയിൽ കൌൺസിലിംഗിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സൈക്കോളജിസ്റ്റ് അറസ്റ്റിൽ. വർക്കല പുത്തൻചന്തയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലെ സൈക്കോളജിസ്റ്റ് കൊല്ലം ഉമയനല്ലൂർ സ്വദേശി സന്തോഷ് സുകുമാറിനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്മയോടൊപ്പം കൌൺസിലിംഗിനായി ആശുപത്രിയിലെത്തിയ പെൺകുട്ടിയെ കൌൺസിലിംഗ് എന്ന വ്യാജേന മുറിക്കുള്ളിൽ പ്രവേശിപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. കാസർഗോഡ് പാണലത്ത് ഭർത്തൃവീട്ടുകാരുടെ മുന്നിൽ യുവതി ആസിഡ് കഴിച്ച് ജീവനൊടുക്കി. ചർക്കലടുക്ക സ്വദേശി ഫാത്തിമത്ത് സുഹൈദ ആണ് മരിച്ചത്. ഭർത്തൃവീട്ടുകാരുടെ പീഡനത്തെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് ആരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്തു വന്നു. സുബൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് നിരന്തരം പീഡിപ്പിച്ചതായി കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് ആദിൽ പോലീസ് കസ്റ്റഡിയിലാണ്. നാളെയാണ് ഇവരുടെ ആദ്യ വിവാഹ വാർഷികം.
വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാണലത്താണ് 24 വയസ്സുകാരി ഫാത്തിമത്ത് സുഫൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയത്. ഭർത്തൃ വീട്ടുകാരുടെ നിരന്തര പീഡനത്തെ തുടർന്നാണ് ഇവർ ജീവനൊടുക്കിയതെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്. സ്വർണം ആവശ്യപ്പെട്ട് ഇവരെ നിരന്തരം പീഡിപ്പിക്കാറുണ്ടെന്ന് പറയുന്നു. ഇത് സ്വന്തം വീട്ടുകാരെ അറിയിച്ചിരുന്നു. അങ്ങനെ വീട്ടുകാർ ഇവരെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ വന്ന സമയത്താണ് ഇത്തരത്തിൽ ഇവർ ആസിഡ് കഴിച്ച് ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കൂടാതെ ഇവരുടെ ഭർത്താവ് ആദിലിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം കൂടുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഇത്തരത്തിൽ ഇവർ ആരോപിക്കുന്ന തരത്തിലുള്ള പീഡനം ഇവർക്ക് ഭർത്തൃ വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്നു, അത് ആരിൽ നിന്നൊക്കെ ഇവർക്ക് ഇത്തരത്തിൽ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട്, അത്തരം കാര്യങ്ങളിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ വലിയ തോതിലുള്ള ആക്ഷേപവുമായി ഇപ്പോൾ ബന്ധുക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ഇവരെ ഈ സ്വർണം ആവശ്യപ്പെട്ട് നിരന്തരമായി പീഡിപ്പിക്കാറുണ്ടെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ജസീല എന്ന് പറയുന്ന ഈ യുവതി ഭർത്തൃ വീട്ടുകാരുടെ നിരന്തര പീഡന കാരണം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ ഇവർ എലിവിഷം കഴിച്ചാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്. ഇവർ മോഷണ കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനം നൊന്ത് വീഡിയോ ചിത്രീകരിച്ചാണ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിന് തൊട്ടു പിന്നാലെയാണ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ മറ്റൊരു യുവതി കൂടി 24 വയസ്സുള്ള ഒരു യുവതി കൂടി ഇങ്ങനെ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇവർക്ക് 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കൂടുതൽ ആളിലേക്ക് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഭർത്തൃ വീട്ടുകാരെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ആദിൽ എന്ന് പറയുന്ന ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത്. ബന്ധുക്കൾ ഈ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടുതൽ പേരിലേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഫാത്തിമത്ത് സുഫൈദയുടെ മൃതദേഹം ഇപ്പോൾ മിംസ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ ഇവർക്ക് ഇത്തരത്തിൽ ഭർത്തൃ വീട്ടിൽ നിന്നും പീഡനം അനുഭവിക്കേണ്ടി വന്നു, അത് ആരിൽ നിന്നൊക്കെ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ടാണ് യുവതിയെ ഇത്തരത്തിൽ ഭർത്തൃ വീട്ടുകാർ നിരന്തരം പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. അത് വീട്ടുകാരോട് ഇവർ ഇത്തരം കാര്യങ്ങൾ ഇവർ പങ്കുവച്ചിട്ടുണ്ടെന്നുമാണ് ഈ വീട്ടുകാർ തന്നെ പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ ആളിലേക്ക് ഈ അന്വേഷണം നീളുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. എബോള വൈറസിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. പുറത്തുനിന്ന് വരുന്നവരിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പരിശോധിക്കും. തുറമുഖങ്ങളിലും എയർപോർട്ടുകളിലും പരിശോധനാ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. എബോളയെക്കുറിച്ച് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിന്റെ ഈ രോഗത്തും ഇതുവരെയായിട്ട് ഇന്ത്യയിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വിദേശത്ത് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ 4 എയർപോർട്ടുകൾ ഉള്ളതിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഇതിന്റെ ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ വിദേശത്ത് നിന്ന് എത്തുന്ന യാത്രക്കാരിൽ ആർക്കെങ്കിലും തുടർച്ചയായിട്ടുള്ള ചുമ, പനി, വയറിളക്കം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ DMOമാരെ അറിയിച്ചുകൊണ്ട് ബദൽ സംവിധാനം ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു പ്രയാസം എന്ന് പറയുന്നത് ഈ രോഗത്തിന് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ സാധാരണ ഒരു ചുമയും ഇതൊക്കെയായിട്ടാണ് പ്രത്യക്ഷത്തിൽ കാണുക. ചിലപ്പോൾ പനിയുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് 4-ാം ദിവസം മുതൽക്കാണ് ഇതിന്റെ വ്യാപ്തി കൂടുക. 12-ാം ദിവസം മരണം. അതാണ് ഇതിന്റെ ഈ രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ ഈ വയറിളക്കം, രക്തം കലർന്നിട്ടുള്ള മലം പോകുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ തുറമുഖങ്ങളിലും എയർപോർട്ടുകളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ സംവിധാനം സജ്ജമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മഴക്കാല ശുചീകരണം അടക്കമുള്ളവയിൽ തീരുമാനമായി. ആശുപത്രികളിൽ കൂടുതൽ കിടക്കകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകൾ സന്ദർശിക്കുമെന്നും ഡോക്ടർമാരുടെ തസ്തികകൾ കൂട്ടുമെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്നത് തങ്ങളുടെ നയമാണെന്നും അതിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. അത് പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, പരിസരങ്ങൾ വളരെ വൃത്തിയായി സൂക്ഷിക്കാനും അതോടൊപ്പം തന്നെ ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് ചികിത്സ
ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രിയിൽ അതിന്റെ കൂടുതൽ കിടക്കയും സംവിധാനങ്ങളും ഒരുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലൊക്കെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മരുന്നുകൾ നൽകാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ നടപടി ഉറപ്പെന്ന മന്ത്രി കെ മുരളീധരൻ. റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. 1 വർഷം മുൻപാണ് ആറന്മുള സ്വദേശി വത്സല ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കുത്തിവയ്പ്പെടുത്ത സൂചി ഒടിഞ്ഞിരുന്നതിനാലാണ് നടപടി. ബക്രീദ് പ്രമാണിച്ച് 27-നും 28-നും സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. എറണാകുളം പാലാരിവട്ടത്ത് KSRTC മിന്നൽ ബസ് അപകടത്തിൽപ്പെട്ടു. പുലർച്ചെ 4 മണിക്കായിരുന്നു അപകടം. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. കന്യാകുമാരി പാലക്കാട് സർവീസ് നടത്തുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് ബസ് ഓടയിലേക്ക് തെന്നിയിറങ്ങുകയായിരുന്നു. യാത്രക്കാർക്ക് കാര്യമായ പരിക്കില്ല. പുലർച്ചെ 3:30 കഴിയുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇവിടെ ബൈപ്പാസ് റോഡിൽ, എടപ്പള്ളി ബൈപ്പാസ് റോഡിലായിരുന്നു സംഭവം നടക്കുന്നത്. കന്യാകുമാരിയിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്ന KSRTCയുടെ മിന്നൽ ബസ്സാണ് അപകടത്തിൽപ്പെടുന്നത്. അതിന് സമീപത്ത് ഉണ്ടായിരുന്ന ഇടതുഭാഗത്തുകൂടി പോവുകയായിരുന്ന ഒരു വാഗ്നർ കാറ് അപ്രതീക്ഷിതമായി വലതേക്ക് തിരിക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. ഇത് നമുക്കൊപ്പം ഇതിൻ്റെ ഡ്രൈവർ കൂടി ചേരുന്നുണ്ട്. എന്തായിരുന്നു, പെട്ടെന്ന് തിരിക്കുമായിരുന്നു കാറ്? അത് ലെഫ്റ്റ് സൈഡ് കൂടെ പോകുമായിരുന്നു, ഈ ട്രാക്ക് കൂടെ, ലെഫ്റ്റ് ട്രാക്ക് കൂടെ. ഞാൻ റൈറ്റ് സൈഡിലെ ട്രാക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവർ റൈറ്റിലേക്ക് കയറി വന്നതാണ്. അതിലെനിക്ക് ആ വണ്ടിയിൽ തട്ടണ്ടെന്ന് ചോദിച്ചിട്ട് ചവിട്ടി. പക്ഷേ ആ വണ്ടിയിൽ തട്ടും ചെയ്ത് വണ്ടി സ്കിഡായി പോവുകയും ചെയ്തു. പെട്ടെന്ന് നമ്മൾ ഈ കാനയിലേക്ക് സൈഡിലേക്ക് വന്നു. യാത്രക്കാരുണ്ടായിരുന്നു? എത്രത്തോളം പേരുണ്ട്? 10-24 പേരുണ്ടായിരുന്നു. അവർക്കൊന്നും കുഴപ്പമില്ല, അവർ വേറെ വണ്ടിയിൽ കയറ്റി വിട്ടു. പക്ഷേ ആക്സിഡന്റ് ആയി ആ വാഹനം നിർത്താതെ പോയി. കാറ് നിർത്താതെ പോയി. കാരണം വണ്ടി കാനിലേക്ക് മറിഞ്ഞു കണ്ടപ്പോൾ അവർ നിർത്താതെ പോയി. അവർ കണ്ടു. അവർ കുറച്ച് മാറി നിർത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി മറിഞ്ഞു എന്ന് കണ്ടപ്പോൾ അവർ നിർത്താതെ അങ്ങനെ പോയി. നിർത്താതെ കടന്നു പോയി. യാത്രക്കാരൊക്കെ വേറെ വണ്ടിയിൽ കയറ്റി വിട്ടു. ആർക്കും പരിക്കും കാര്യങ്ങളൊന്നുമില്ല. പോലീസും ഇപ്പോൾ ക്രൈന് വരെ. അപ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവർ സുഹൃത്താണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇതിൽ ഒരു വസ്തുത, വാഹനം നിർത്താതെ കടന്നു പോയി എന്നതാണ്. കാരണം ഈ വാഗ്നർ കാറിൽ അതിൽ ആളുകളുണ്ടായിരുന്നു. അവർ വാഹനം നിർത്തിയതിന് ശേഷം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബസ് ഈ അപകടത്തിൽപ്പെട്ടു. ബസ് കാനലിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്നു. യാത്രക്കാരുണ്ട്, ഈ വസ്തുക്കളെല്ലാം അറിയാം. പക്ഷേ അതിനുശേഷം ഇവിടെ നിർത്താതെ അവരിവിടെ നിന്ന് പെട്ടെന്ന് കടന്നു പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏത് വാഹനം, ഈ കാറാണെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആരാണ് എന്താണ് എന്നത് അവർക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും പോലീസ് അതിൽ തുടരന്വേഷണം, മോട്ടോർ വാഹന വകുപ്പ് എല്ലാം തന്നെ അന്വേഷണം നടത്തുന്നു. KSRTC ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 30ഓളം യാത്രക്കാർ ഇതിനകത്തുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് ഒന്നും ഈ ബസ് ഈ രീതിയിലേക്ക് മറിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് യാത്രക്കാർക്ക് പരിക്കോ മറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. വളരെ ആശ്വാസകരമായൊരു കാര്യം. യാത്രക്കാരെ മറ്റൊരു KSRTC വാഹനം ഇതിലേക്ക് വരികയും അതിലേക്ക് മാറ്റുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. അവരെല്ലാം തന്നെ മറ്റു വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾക്ക് പോലീസിൽ പരാതി നൽകുകയും അടക്കം ചെയ്തിരിക്കുന്നു. വൈകാതെ വാഹനം ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുകയും ചെയ്തിരിക്കുന്നു. നല്ല മഴയും എല്ലാം ഉണ്ടായിരുന്നൊരു സമയമാണ്. പുലർച്ചെ മുതൽ എറണാകുളത്ത് ശക്തമായ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ ബൈപ്പാസ് മേഖല വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നിടയ്ക്ക് എല്ലാം തന്നെയും ഈ വാഹനങ്ങൾ അപ്രതീക്ഷിതമായിട്ട് തിരിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അതിൽ പെട്ടുകൊണ്ട് തന്നെയാണിപ്പോൾ ഈ ഒരു അപകടവും ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യത്തിന് യാത്രക്കാർക്ക് അപകടം സംഭവിച്ചില്ല എന്നതാണ്. യാത്രക്കാരെ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഉറങ്ങിക്കിടന്ന വീട്ടമ്മയ്ക്കാണ് അന്ത്യം സംഭവിച്ചത്. പത്തനംതിട്ട പറക്കോടാണ് അപകടമുണ്ടായത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. മറിയം ബീവിയാണ് മരിച്ചത്. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷന് സമീപം ടോറസ് ലോറിയും മോട്ടോർ സൈക്കിളും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു.
കൊല്ലം ഇടമൺ സ്വദേശി ബിജുകുമാറാണ് മരിച്ചത്. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന ആൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മഴപ്പിള്ളി സിവിൽ സ്റ്റേഷൻ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. അഗ്നിരക്ഷാസേന ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ലോറിയുടെ ഭാഗങ്ങൾ മുറിച്ചു നീക്കിയാണ് ബിജുവിനെ പുറത്തെടുത്തത്. അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. മഴയിൽ കൊച്ചി ദേശീയപാതയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ഇടപ്പള്ളി പത്തടിപ്പാലം മ്യൂസിയത്തിന് സമീപമാണ് 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചത്. സ്കൂട്ടർ യാത്രക്കാരന് പരിക്കുപറ്റി. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെയായിരുന്നു അപകടം. കണ്ണൂരിൽ വീടിന്റെ ഓട് മാറ്റുന്ന പ്രവർത്തനങ്ങൾക്കിടെ മേൽക്കൂരയിൽ നിന്നും താഴേക്ക് വീണ സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൂടെ ജോലി ചെയ്തിരുന്ന യുവാവിന്റെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് നിർമ്മാണ തൊഴിലാളിയായ ചന്ദ്രി നേരിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. പാനൂരിനടുത്ത തൂവക്കുന്നിലെ വലിയ പീടികയിൽ ഷൌക്കത്തിന്റെ ഇരുനില വീടിന്റെ ഓട് മാറ്റുന്നതിനിടെയാണ് ഈ അപകടം. വളയം സ്വദേശിയായ നിർമ്മാണ തൊഴിലാളി ചന്ദ്രയാണ് ബാലൻസ് തെറ്റി താഴേക്ക് വീണത്. ഈ സമയം സഹായിയായി താഴെയുണ്ടായിരുന്ന അയൽവാസിയായ രഞ്ജിഷ് സ്ത്രീയെ നിലത്ത് വീഴാതെ രക്ഷിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യം ന്യൂസ് 18 ലഭിച്ചു. കോഴിക്കോട് അത്തോളിയിൽ തീപിടുത്തം, ആളപായമില്ല. SR ഓയിൽ കമ്പനിക്കാണ് തീപിടിച്ചത്. 4 മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിൽ തീ അണച്ചു. 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. വെളിച്ചെണ്ണ നിർമ്മിക്കാൻ ആവശ്യമായ കൊപ്രയും തേങ്ങയും 2000 ലിറ്ററോളം വരുന്ന വെളിച്ചെണ്ണയും അടങ്ങുന്ന മില്ല് പൂർണ്ണമായും കത്തിനശിച്ചു. അമേരിക്കയെ ഞെട്ടിച്ച് വൈറ്റ് ഹൌസിന് സമീപം വീണ്ടും വെടിവയ്പ്. 30 റൌണ്ട് വരെ വെടിയൊച്ച കേട്ടു. അക്രമി അടക്കം 2 പേർക്ക് പരിക്കേറ്റു. അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മരിച്ചു. വിവിധ മേഖലകളിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി $500 ബില്യൺ കരാറിന് ഇന്ത്യ. പ്രതിരോധം, സാങ്കേതികവിദ്യ, കൃഷി, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലാണ് സഹകരണം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഇന്ന് റൂബിയോ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ വിഷു ബെമ്പർ അടിച്ച കരുനാഗപ്പള്ളി സ്വദേശി പൊന്നന് ഭാഗ്യദേവത തുണച്ച സന്തോഷമാണ്. തന്റെ ലക്കി നമ്പർ 2 ആണ്. 2 എവിടെയും എടുക്കുമെന്നും പൊന്നൻ പറയുന്നു. കൊല്ലത്ത് നിന്ന് S വിനേഷിന്റെ റിപ്പോർട്ട് കാണാം. 12 കോടി രൂപ വിഷു ബമ്പർ ലോട്ടറി അടിച്ച പൊന്നപ്പൻ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഇത് പൊന്നപ്പൻ ചേട്ടൻ്റെ വീടാണ്. സാധാരണ ഫാമിലിയാണ്. ഇവർ ലോട്ടറി വിൽപ്പന നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. എന്തായാലും ഭാഗ്യദേവത ഈ പ്രാവശ്യം കടാക്ഷിച്ചത് ഈ വീട്ടിലാണ്. പൊന്നപ്പൻ ചേട്ടൻ നമ്മളോടൊപ്പം ചേരും. നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാ പൊന്നപ്പൻ ചേട്ടനല്ല, കോടിപതിയാണ്. എന്താ പറയാനുള്ളത്? കോടിപതിയൊന്നും ആയെന്ന് നമുക്ക് പറയാക്കത്തില്ലല്ലോ. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അത് അടിച്ചു. എൻ്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ അടിച്ചു എന്നുള്ള ബോധ്യമായി. അത് അത്രയൊക്കെ ഉള്ളു. അല്ലാതെ വേറെ നമ്മളിനിയിപ്പം ആരും ആകാൻ പോകുന്നില്ല. നമ്മൾ തന്നെ. അറിയാമായിരുന്നോ ഇങ്ങനെ വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല. ഈ പ്രാവശ്യം നമ്മളൊക്കെ അതുകൊണ്ട് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പിന്നെ എല്ലാ ബമ്പറും എടുക്കും, അല്ലാതെ ഡെയിലി എടുക്കും. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് അടിയൊന്നും ഇല്ലായിരുന്നു, നമുക്കില്ല. ഞാനൊരു ബമ്പർ ഞാൻ കടയിൽ പോയി ഞാനൊരു ബമ്പർ എടുത്ത് അവിടെ കൊണ്ട് വെച്ചിരുന്നു. എന്നിട്ട് എടുക്കുന്ന സമയത്ത് അതെടുത്ത് നോക്കി നമ്പർ കറക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ തന്നെ വെച്ച് അത് ലാട്ടറി എടുക്കാൻ തുടങ്ങി. ആദ്യം തന്നെയാണ് അത് തന്നെ ആ നമ്പർ. അതിനകത്തൊരു സന്തോഷമുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ. ഈ ലോട്ടറി അങ്ങ് എടുത്തതാണോ അതോ ഈ നമ്പർ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് വല്ലതും എടുത്താണോ? എന്തെങ്കിലും നമ്പർ നമുക്കൊരു നമ്പറുണ്ട്. നമ്മുടെ ഭാഗ്യ നമ്പർ എന്നും പറഞ്ഞ് ഈ ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഈ പ്രശ്നം വയ്ക്കുന്നവരൊക്കെ അവരൊക്കെ ജ്യോത്സ്യന്മാർക്ക്. അപ്പോൾ അവരൊക്കെ നമ്മളെ ഫോണിനകത്തൂടെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളതെടുത്ത് കേൾക്കും, കാണും എന്നൊക്കെ ചെയ്യുന്നല്ലാതെ അങ്ങനെ ഒരു നമ്പറില്ല. എൻ്റെ ഒരു നമ്പറുണ്ട്, എൻ്റെ നാളിനൊരു നമ്പറുണ്ട്, അത് 2 ആണ്. അങ്ങനെ ഒരു 52 എന്ന് പറഞ്ഞൊരു നമ്പരെടുത്ത് അത് 13, 54, 52 സൂക്ഷിച്ചു അതിനെ തന്നെ അടിച്ചു. അവിടെ തന്നെ കടക്കാർക്ക് അറിയാമായിരുന്നു ഇന്നടുത്ത ഇന്ന ആളിനാന്ന്. അങ്ങനെ അവിടെ ആരണ്ടൊക്കെ വന്നപ്പോൾ എല്ലാവരെയും പറഞ്ഞ് ഇങ്ങോട്ടേക്ക്. അവർ വിളിച്ചു ചോദിച്ചായിരുന്നോ? ഇങ്ങനെ ചോദിച്ചൊന്നുമില്ല, ഞങ്ങളങ്ങോട്ട് പറഞ്ഞതുമില്ല. പക്ഷെ അവർക്കതൊരു ബോധ്യമുണ്ട്. കടയിൽ നിന്ന് പോകുന്ന ടിക്കറ്റുകൾ അവർ നോട്ട് ചെയ്യും, ആർക്കൊക്കെ ഇതെന്താ പോകുന്നത്, എവിടെയുള്ളവരാന്നൊക്കെ. ഞങ്ങളും വിൽക്കൊണ്ടിരിക്കട്ടെ.
അപ്പം അങ്ങനെ അവർ ഇതിനൊക്കെ എൻ്റെ നമ്മുടെ വിനോദിൻ്റെ അച്ഛൻ ആർക്കെങ്കിലും അവിടെ ആർക്കും അടിയൊന്നും അല്ലെ അവർ വിറ്റതാന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞ് ഇയാൾ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. ഉടനെ തന്നെ കടയിൽ നിന്ന് ഇവിടെ എല്ലാവരും തിരക്കുന്ന അടിച്ച കടയല്ലേ, കടയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ കടയിൽ തിരക്കിയപ്പോൾ പറഞ്ഞ് ഇന്ന കണക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിനോദനെ തിരക്കി എൻ്റെ മോനെ തിരക്കി ഇവിടെ ആൾ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് സംഭവമൊക്കെ ശരിയല്ല. ഇത് പ്രൈസ് നേരത്തെ അടിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പ്രൈസ് എനിക്ക് 5000 ഒക്കെ അടിച്ചിട്ടുണ്ട്. 5000 എന്ന് പറഞ്ഞാൽ ഞാൻ വിറ്റുകൊണ്ടിരിക്കുമ്പോഴും 5000 എൻ്റെ കയ്യിലിരുന്ന് അടിച്ചിട്ടുണ്ട്, ഞാൻ എടുത്തു വെച്ച് അടിച്ചിട്ടുണ്ട്, പിന്നെ മഴയത്ത് വിൽക്കാതിരുന്ന ടിക്കറ്റിന് അടിച്ചിട്ടുണ്ട്. അന്നൊക്കെ നല്ല പ്രൈസുള്ള സമയമാണ്. ഇപ്പം ഈ 50 അങ്ങോട്ട് മാറ്റി ആകാം ചീറ്റി. ഇനിയിപ്പോൾ പഴയതുപോലെ ആക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പഴയതാകുമ്പോൾ എല്ലാവർക്കും അടിക്കും, ഇത് അടിക്കുന്നതിനടിക്കും, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക് അടിക്കും, ഇങ്ങനെയൊക്കെ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ എന്തായാലും ഈ സഭ ഇറങ്ങിപ്പോയതിൻ്റെ അടിയും മറ്റേ സഭ കയറിയതിൻ്റെ അടിയായിട്ട് നമുക്കൊരു അടി കിട്ടി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ നമ്മുടെ ഒരു പ്ലാൻ? ശരിക്കും പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് മഴ പെയ്താൽ ഇതിലെ കൂടെ വെള്ളം കയറി, അതിലെ കൂടെ വെള്ളം വന്ന് ഇതിലെ കൂടെ കയറി അപ്പുറത്ത് പോകും. അങ്ങനത്തെ മഴ വലിയ കഴിഞ്ഞ വർഷം ഇതിലെ കൂടെ മൊത്തം 4 ഇഞ്ച് വെള്ളമായിരുന്നു. ഈ റോഡൊന്നും കാണാക്കത്തില്ല, ഇത്രയും വെള്ളമുണ്ടായിരുന്നു. അതിപ്പോൾ ഇച്ചിരി മണ്ണൊക്കെ ഇട്ടൊന്നും അങ്ങനെ സൈഡ് വാളും അത് ഇതൊക്കെ കെട്ടി എനിക്കിപ്പോൾ 2 ഒന്ന് ശരിയാക്കണം. അതിപ്പോൾ ലാട്ടി അടിച്ചുകൊണ്ട് തോന്നിയതാണ്, അല്ലെങ്കിൽ നമുക്ക് ഉടനെ മാർഗമൊന്നും ഇല്ല. വീട് പുതുക്കി പണിയണം. വീടിന് പുതുക്കാനൊന്നും ഇല്ല, വീടൊക്കെ ഇതൊക്കെ തന്നെ. പിന്നെ എന്നെ വണ്ടി ഇടിച്ചിട്ടിട്ട് ബൈക്ക് ഇടിച്ച് എൻ്റെ കാലൊടിഞ്ഞ് അതിനൊരു ക്ലൈം കിട്ടി. അതെല്ലാം കൂടെയൊക്കെ കൊണ്ട് ഇത് ജപ്തിയായിരുന്നു ഈ വീടൊക്കെ. അതൊക്കെ തീർത്ത് നമ്മളിപ്പം അങ്ങനെയുള്ള കടങ്ങളൊന്നും ഇല്ല. പിന്നെ അന്നൊന്ന് ഈ കച്ചവടത്തിനകത്തുള്ള ആഹാരം കഴിച്ചു, വേറൊരു പണിയില്ല. ഞങ്ങൾ 3 പേരുണ്ട്, 2 പേര് ഇതും കൊണ്ട് നടക്കുന്നു. നമ്മൾ ചുമ്മാതിരിക്കും. ഈ ബന്ധുക്കളൊക്കെ സഹായമായിട്ട് അങ്ങനെ വരുമോ വന്നില്ല. ഒരുപാട് വിളികളൊക്കെ വരുന്നുണ്ട്, ഞാൻ ആരുടെയും ഫോണൊന്നും എടുത്തില്ല. അതിൻ്റെ കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം ഇവിടെ തന്നെ ഈ 26 വർഷമായി ഞാൻ താമസിക്കാൻ വേണ്ടി. ഈ അയൽക്കാരുമായിട്ടൊന്നും നമുക്ക് യാതൊരു ആർക്കും നമ്മുടെ ജോലി അന്നൊക്കെ ഞാൻ ജോലിക്ക് പോകും, പെയിൻറ്റിങ്ങിന് ജോലിക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരും, ജോലിക്ക് പോകും, തിരിച്ചു വരും. നല്ല ഇവിടെ നിന്ന് നല്ല നമുക്ക് അത്ര വലിയ പരിചയം ഇല്ല. ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞപ്പോൾ അയൽക്കാർ ആരെങ്കിലുമൊക്കെ അങ്ങനൊന്നും പറഞ്ഞാൽ നമ്മളില്ലാത്ത തന്നെ ഇതിവിടെ ഈ ലോട്ടറി നിന്നാണല്ലോ ഇത് കിട്ടിയത്. അപ്പം ലോട്ടറി കച്ചവടം കുറച്ച് വിപുലമാക്കാനെങ്ങാണോ നല്ല ഉദ്ദേശമുണ്ടോ? അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇവർക്ക് ഇപ്പം നമ്മുടെ തരിയായിരുന്നു കൊണ്ടുപോകുന്നത്. അത് മോനും തള്ളായും രാവിലെ ഇറങ്ങി നടക്കുക. ഇവിടുന്ന് ഒരാളിലെ ഇവിടെ കറങ്ങി അതിൻ്റെ കൂടെ കറങ്ങി ചാരുമൂട് വഴി കറങ്ങി വീണ്ടും ഇങ്ങ് വരും. ഇവിടെ മോന് ഇതിലെ കൂടെ പോയി കരുതാപ്പള്ളി ചെന്നിട്ട് അവിടെ നിന്ന് ഓച്ചറ ഈച്ചറയൊക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അയാളും ബസ്സിലിങ്ങ് വരും. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം തള്ളയ്ക്ക് തീരെ നടക്കാൻ പോയതായപ്പോൾ ഒരു തട്ടിട്ട് ഇവിടെ കാണിയിരിക്കാം. അവിടെ ഒരു തട്ട് വെച്ച് അത് ഇപ്പോൾ 5-6 മാസമായി. അത് അവിടെ തുടങ്ങി തട്ടും വിട്ടി അടിയൊക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് വലിയ വരുമാനമായിട്ടുള്ള ഇതിനിടയ്ക്ക് 2-3 ബമ്പറൊക്കെ കഴിഞ്ഞു. അതിനകത്തൊക്കെ ചില്ലറ വിൽപ്പനകൾ നടക്കണം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഇപ്പം ഗുണമില്ല. ഇനി ഇത് ഗുണമാവണമെങ്കിൽ പഴയ നിലയിലെത്തണം. പഴയ 40 ആക്കിയിട്ട് പ്രൈസ് കുറച്ച് വലിയ ഇടത്തരം 5000-ൻ്റെ പ്രൈസൊക്കെ ഇച്ചിരി കൂട്ടിയൊക്കെ കൊടുക്കുമെന്നൊക്കെ പറയുന്നു. ഇന്നലെ ഇതിന് 30,000 ഉള്ളായിരുന്നു. പുതിയ സർക്കാർ കയറി വല്ല പ്രതീക്ഷ ഉണ്ടോ? പുതിയ സർക്കാർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമെന്നാണ് നമ്മുടെ ഇത്. ഇനി പുതിയ സർക്കാരാണോ പഴയ സർക്കാരാണോ അവരിറങ്ങി ഇവർ കയറി രണ്ടും കൂടെ ചേർത്ത് ഒരു അടിയടിച്ചു. എത്രയുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് പൊന്നപ്പൻ ചേട്ടന് വളരെ സന്തോഷമാണ്. ഇനിയിപ്പോൾ ശേഷിക്കുന്ന കാലം നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള വലിയൊരു ഉദ്ദേശം തന്നെയാണ്. സുനീഷ്, ന്യൂസ് 18 കൊല്ലം. പാലക്കാട് തൃത്താല വെള്ളിയങ്കല്ല് തടയണയുടെ പുനരുദ്ധാരണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. 33 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് നവീകരണം നടക്കുന്നത്. മഴക്കാലത്തിന് മുൻപ് പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്ന് പദ്ധതി പ്രദേശം സന്ദർശിച്ച VT ബൽറാം പറഞ്ഞു. വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ ഇടതുവശത്തെ സംരക്ഷണ ഭിത്തി പ്രളയത്തിലാണ് തകർന്നത്. തുടർന്നാണ് പുനർനിർമ്മാണത്തിനായി 33.4 കോടി രൂപയുടെ അനുമതി ലഭിച്ചത്. മഴക്കാലത്തിന് മുമ്പായി കോൺക്രീറ്റ് അടിത്തറ പ്രവൃത്തി പൂർത്തിയാക്കണമെന്നും ബാക്കി പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. യജ്ഞേശ്വരം ക്ഷേത്രത്തിലെ ബലിയിടൽ കർമ്മങ്ങൾക്കായി പുഴയിലേക്ക് ഇറങ്ങുന്നതിനുള്ള പടിക്കെട്ടുകളുടെ നിർമ്മാണവും പരിഗണിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2020 തന്റെ കാലഘട്ടത്തിലാണ് പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചതെന്നും തുടർന്ന് 5 വർഷത്തോളം പ്രവർത്തികൾ നിലച്ചുകിടന്ന ശേഷം ഇപ്പോഴാണ് അവസാനഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്നും VT ബൽറാം പറഞ്ഞു. പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താനാണ് തൃത്താല MLA VT ബൽറാം സന്ദർശനം നടത്തിയത്.
എത്രയും പെട്ടെന്ന് ഈ റീറ്റെയിനിങ് വാൾ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം നേരത്തെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളിൽ നിന്നും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും അതോടൊപ്പം നാട്ടുകാരിൽ നിന്നുമൊക്കെയുള്ള ഒരു ആവശ്യം, ഇവിടെ വെള്ളിയാങ്കലിലെ ബലിതർപ്പണത്തിനൊക്കെ വലിയ പേരുകേട്ട സ്ഥലമാണ്. നിരവധി വിശ്വാസികൾ എല്ലാ വർഷവും ഇവിടെ ആ കാര്യങ്ങൾക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് കൂടി സൗകര്യപ്രദമാവുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടി ഇവരുടെ ആവശ്യമായിട്ട് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതികത്വം പരിശോധിച്ചുകൊണ്ട് ബലിതർപ്പണത്തിന് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടി ഇതിൻ്റെ അഡീഷണൽ വർക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. റിംഗ് ബണ്ട് നിർമ്മാണം, സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം, കോൺക്രീറ്റ് അടിത്തറ പുനരുദ്ധാരണം എന്നിവയാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൽ നടന്നുവരുന്നത്. മഹാപ്രളയത്തിൽ യജ്ഞേശ്വരം ക്ഷേത്രത്തിന് സമീപമുള്ള 50 മീറ്ററോളം സംരക്ഷണ ഭിത്തി പുഴയിലേക്ക് ഇടിഞ്ഞു വീണു. തുടർന്നുള്ള മഴയിലും 2019 പ്രളയത്തിലും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മുമ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് മണൽച്ചാക്കുകൾ ഉപയോഗിച്ചായിരുന്നു താൽക്കാലിക ഭിത്തിയുടെ നിർമ്മാണം. ഓരോ മഴക്കാലത്തും ഇത് തകരുന്നത് പതിവായതോടെ സ്ഥിരം സംവിധാനത്തിനായി നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു. തുടർന്നാണ് ശാശ്വത പരിഹാരത്തിനായി ഭിത്തി പുനർനിർമ്മിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി.